നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ അമൻകുമാർ എന്ന് പറഞ്ഞ ബീഹാറുകാരനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ കമ്പ്യൂട്ടറെല്ലാം സീസ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മുമ്പും ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നാരോപിച്ച് ബീഹാറിലെ ബുക്സർ സ്വദേശിയായ അമൻകുമാറിനെയും മറ്റ് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ അമൻകുമാർ തിവാരി എന്ന ആളിന്റെ പേര് മാത്രമേ പോലീസ് പുറത്തുവിട്ടിട്ടുള്ളൂ. മറ്റ് രണ്ടുപേർ ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇന്റലിജൻസ് ഏജൻസീസ് ആ പേര് പുറത്തുവിട്ടിട്ടില്ല. ഈ ഏറ്റവും ഒടുവിലായിട്ട് മോദിക്ക് നേരെ നടക്കുന്ന ഒരു ആക്രമണ ശ്രമം ആണ് ഇതെന്നാണ് പറയുന്നത്. അത് പോലീസും പറയുന്നു, ഇന്റലിജൻസ് ഏജൻസീസും പറയുന്നു. ഈ വ്യക്തി ഇതിനു മുമ്പ് 2022 പശ്ചിമ ബംഗാൾ പോലീസും ബീഹാർ പോലീസും കൂടെ സംയുക്തമായിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു, അമൻകുമാറിനെ. അന്ന് പോലീസ് പറഞ്ഞത് ഇയാൾ കൽക്കട്ട വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്താനായിട്ട് പദ്ധതിയിട്ടു എന്നാണ്. പക്ഷെ പിന്നീട് വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിലായിരിക്കണം പിന്നീട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തതായിട്ട് പിന്നീട് ജാമ്യത്തിൽ വിടുകയും പിന്നീട് ആ കേസ് ഇവിടം വരെ എത്തിയെന്ന് പൊതുവിടത്തിൽ യാതൊരു വിവരവും ലഭ്യമല്ല. അപ്പൊ ഈ വ്യക്തിക്കെതിരെ മുൻ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ മോദിക്കെതിരെ ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നു. ഇതിലെ വസ്തുത എന്താ? ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. ഇതിലെ വസ്തുത എന്താണ്? അപ്പൊ ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉള്ള ലേഖനങ്ങൾ ഞാൻ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. മോദിക്കെതിരെയുള്ള ആക്രമണം അത് വെറും കെട്ടുകഥയാണെന്ന് പറയുന്ന അദ്ദേഹത്തിനെ എതിർക്കുന്നവർ, അതെല്ലാം വസ്തുതയാണ് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. നമുക്ക് സത്യം ഇതിൻ്റെ ഇടയിൽ എവിടെ ഒളിഞ്ഞിരിക്കുകയാണ്. മോദിക്കെതിരെ ആക്രമണം നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയുടെ 2 പ്രധാനമന്ത്രിമാര് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുൻപ്, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. അപ്പോ അങ്ങനെ ഒരു ആക്രമണം നടക്കില്ല പ്രധാനമന്ത്രിക്കെതിരെ എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ഈ കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഒരു റാലിക്കിടയിൽ വെച്ച് ഒരു വ്യക്തി വെടിയുതിർത്തു. പക്ഷെ ഭാഗ്യത്തിന് ഡൊണാൾഡ് ട്രംപ് അവിടെ രക്ഷപ്പെടുകയും പിന്നീടാണ് ഡെമോക്രാറ്റിക് പാർട്ടി ജോ ബൈഡനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റിയത്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും. ഈ ഉന്നത നേതാക്കന്മാർക്കെതിരെ ഉള്ള ആക്രമണങ്ങൾ അത് വിജയിച്ചാലും ശരി, ആ ആക്രമണം പരാജയപ്പെട്ടാലും അത് രാഷ്ട്രീയമായിട്ട് വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അത് രാഷ്ട്രീയത്തെ പലപ്പോഴും മാറ്റിമറിക്കും. അപ്പോ ആ ഒരു രാഷ്ട്രീയ പ്രസക്തിയുണ്ട്. പിന്നെ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം നിരന്തരമായിട്ട് സംഘർഷം നടക്കുന്ന ശ്രീലങ്കയിലെ, ബംഗ്ലാദേശിലെ, നേപ്പാളിലെ വളരെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തോ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മോദി എന്ന വ്യക്തി ഇപ്പോൾ BJPയുടെ ഒരു വലിയ വിഗ്രഹമായിട്ട് നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ രാഷ്ട്രീയ നേതാവായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു വധത്തോടു കൂടി രാഷ്ട്രീയത്തെ വഴിതിരിച്ചു വിടാൻ പറ്റും, അത് സംശയമൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എതിരാളികൾ അങ്ങനെ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. ഇതിനു മുമ്പ് അദ്ദേഹത്തിന് നേരെ നിരവധി വധശ്രമങ്ങൾ നടന്നതായിട്ട് വാർത്തകളുണ്ട്. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇസ്രത് ജഹാൻ എൻകൗണ്ടർ കേസ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. കാരണം മലയാളിയായിട്ടുള്ള ജാവേദ് ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ മുൻപ് ഉള്ള പേര് പ്രാണേഷ് പിള്ള എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാട് എന്ന് പറയുന്ന, നൂറനാടിനടുത്ത് താമരക്കുളം സ്വദേശിയാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ഈ പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ പ്രാണേഷിന്റെ, അതായത് ജാവേദ് ഷെയ്ഖിന്റെ കേസ് ഞാൻ ഒരുപക്ഷെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും ഇദ്ദേഹത്തിന്റെ പിതാവിനെ കണ്ട് ആദ്യം സംസാരിക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്തെ ആൾക്കാരുമായിട്ട് സംസാരിച്ചു. അപ്പോ അന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, ഇപ്പം ഈ ജാവേദും അതുപോലെ തന്നെ മറ്റു കൂട്ടാളികളും, ഇസ്രത് ജഹാനും മറ്റു കൂടെ ഉണ്ടായിരുന്നവർ 2 പേര് പാകിസ്ഥാൻ പൗരന്മാരാണ്. ഇവർ മോദിയെ കൊല്ലാൻ പോകുമ്പോഴാണോ വെടിവെച്ച് വന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല.
അങ്ങനെയുള്ള തെളിവൊന്നുമില്ല. പിന്നെ ഈ വിഷയത്തിൽ എതിരഭിപ്രായം ഉള്ളവർ പറയുന്നത് ഇതൊരു ഫേക്ക് എൻകൗണ്ടർ ആണ്, ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള എൻകൗണ്ടർ ആയിരുന്നു എന്നാണ്. പക്ഷെ ഞാൻ ജാവേദിന്റെ വീടിന് പരിസരത്തുമൊക്കെ ഞാൻ അന്വേഷിക്കുമ്പോൾ വ്യക്തമായിട്ട് വീട്ടിന് അടുത്തുള്ള ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇദ്ദേഹത്തിന് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് എനിക്ക് വ്യക്തമായിട്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയെടുത്തത്. ഞാനത് പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ജാവേദ് 14 വയസ്സ് അദ്ദേഹം ജുവനൈൽ ഹോമിൽ അടയ്ക്കപ്പെട്ടിരുന്നു മോഷണ കുറ്റത്തിന്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അമ്മ മരിച്ചുപോയി. മരിച്ചതാണെന്നും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ കൊന്നതാണെന്നും ഒക്കെ ഉള്ള 2 രീതിയിലുള്ള ആരോപണങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ, നമുക്കതിൽ പിന്നെ തെളിവൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് 19ാമത്തെ വയസ്സിൽ ഇദ്ദേഹം പൂനെയിലായിരുന്നു. പൂനെയിൽ അദ്ദേഹത്തിനെതിരെ റൈറ്റിങ്ങിന് കേസുണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചത് ആ പിതാവല്ലായിരുന്നു, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവനായിരുന്നു. അദ്ദേഹം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കെയർ ഓഫിലാണ് ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചത്. ITI പഠിപ്പിച്ചിട്ട് അദ്ദേഹം അച്ഛന് കൊടുത്തു. അച്ഛൻ വടക്കേ ഇന്ത്യയിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പം അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ജാവേദിന്. അതായത് അദ്ദേഹത്തിന് പിന്നെ ഞാൻ ആ പരിസരത്തുള്ളവർ പറഞ്ഞിരുന്നത്, ഇദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ, ഈ താമരക്കുളത്തെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ വീടിന് അടുത്തുള്ള പള്ളികളിലൊന്നും നിസ്കരിക്കാൻ പോകാറില്ലായിരുന്നു. പകരം ആദിക്കാട്ട് കുളങ്ങര എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുനിന്ന് കുറച്ചകലെ മാറി ഒരു 10 കിലോമീറ്റർ വരുമായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കാം, എന്തായാലും അതിൽ കൂടുതലില്ല. ആ ഒരു സ്ഥലത്ത് പിന്നെ PDPക്ക് സ്വാധീനമുള്ള, പ്രത്യേകിച്ച് PDPയുടെ പിന്നെ നേതാവ് ഫൗസിയ മദിനി ഇവിടെ സ്വാധീന വലയത്തിൽപ്പെട്ട ഒരു പ്രദേശത്തായിരുന്നു അദ്ദേഹം പോയി നിസ്കരിച്ചിരുന്നതെന്നും, ഇവിടെ അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ആദ്യം ഇവര് വീട്ടിൽ നിന്ന് പുറത്താക്കി, പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവിന് ഹൃദയ ശസ്ത്രക്രിയക്ക് പൈസ കൊടുത്തിട്ടാണ് അദ്ദേഹം വീട്ടിൽ തിരികെ ഒരു പ്രവേശനം കിട്ടുന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. ചിലപ്പോൾ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിൽ വീട്ടുകാർക്കുള്ള എതിർപ്പാവാം. പിന്നീട് അച്ഛൻ സാമ്പത്തിക തകർച്ച വന്നപ്പോൾ അച്ഛനെ സഹായിച്ച് വീണ്ടും അച്ഛന്റെ സ്നേഹം പിടിച്ചു പറ്റി വീണ്ടും തിരിച്ചു കയറി. അങ്ങനെയൊക്കെ അദ്ദേഹം ആയ ഒരു വ്യക്തിയാണ്. എന്തായാലും ശരി, അന്ന് ഈ ഇസ്രത് ജഹാൻ എൻകൗണ്ടർ കേസാണ് മോദിക്കെതിരെയുള്ള ആദ്യത്തെ പിന്നെ അറിയപ്പെടുന്ന വധശ്രമം. പക്ഷെ അതിൽ പലരും സംശയം പ്രകടിപ്പിച്ചു. എനിക്ക് തോന്നുന്നു സുപ്രീം കോടതി ഏർപ്പെടുത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ക്ലീൻ ചിറ്റ് കിട്ടുന്നത് വരെ RSS പോലും അദ്ദേഹത്തിനെ അത്ര അദ്ദേഹത്തിന്റെ ഭാഗം ചേർന്നിരുന്നില്ല. 2011-12 എന്തോ മറ്റോ ആണ് ആ ഒരു പിന്നെ സംഭവം ഉണ്ടായി. പിന്നീട് അതിനുശേഷം പിന്നെ ഈ ഇസ്രത് ജഹാൻ എൻകൗണ്ടർ കേസ് 2002 അദ്ദേഹം കുറ്റവിമുക്തനാവുന്നത് ഒരു 10 കൊല്ലത്തോളം കഴിഞ്ഞാണെന്ന് പൂർണ്ണമായിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SITയുടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാവുന്നത്. അതിനുശേഷം സൊറാബുദ്ദീൻ ഷെയ്ഖ് എൻകൗണ്ടർ, സൊറാബുദ്ദീൻ ഷെയ്ഖ് എന്ന വ്യക്തിയും മോദിയെ കൊല്ലാൻ ആയിട്ട് പദ്ധതിയിട്ടു എന്ന് ഉള്ള ആരോപണത്തിലാണ് ഇയാളും എൻകൗണ്ടറിൽ കൊല്ലപ്പെടുന്നത്. ഇയാൾ ആ പ്രദേശത്തെ ഒരു അറിയപ്പെടുന്ന ഒരു ഒരു അധോലോക ബന്ധങ്ങളുള്ള ഒരു അധോലോക നായകൻ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു സൊറാബുദ്ദീൻ ഷെയ്ഖ്. പക്ഷേ അദ്ദേഹത്തിനെ കൊന്നതിന് പോലീസ് പറയുന്ന ന്യായം തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ധാരാളമുണ്ട്. വൻസാര എന്ന് പറയുന്ന ഒരു IPS ഓഫീസറാണ് ഈ എൻകൗണ്ടർ നടത്തുന്നത്. വൻസാരക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ വന്നിരുന്നു. മലയാളിയായ ശ്രീകുമാർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം ഗുജറാത്ത് ADGP ആയിരുന്നു, ഇന്റലിജൻസിന്റെ ഒക്കെ. അദ്ദേഹം മോദിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ളത് പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അവസാനം കോടതികളിലൊന്നും തന്നെ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം വീണ്ടും തിരിച്ച് രാഷ്ട്രീയത്തിൽ വന്നതും പിന്നീട് അദ്ദേഹം പ്രധാനമന്ത്രി ആയതുമല്ല. അപ്പോൾ നിരന്തരം ആരോപണങ്ങൾ, ഇദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിച്ച നിരവധി അസാസിനേഷൻ പ്ലോട്ടുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലോട്ട് ഭീമ കൊറേഗാവ് എന്ന ഒരു മഹാരാഷ്ട്രയിലെ അവിടെ ഒരു പ്രക്ഷോഭം നടന്നു. ആ ഭീമ കൊറേഗാവ് പ്രക്ഷോഭത്തിനോടനുബന്ധിച്ച് ചില ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, നേതാക്കന്മാരെ, ആക്ടിവിസ്റ്റുകളും അതുപോലെ ചില മാധ്യമ പ്രവർത്തകരും ചില ക്രിസ്ത്യൻ അതായത് പഴയ എനിക്ക് തോന്നുന്നു പാതിരിമാരായിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നക്സൽ ബന്ധമാണ് ആരോപിച്ചിരുന്നത്. അവിടെയാണ് ഏറ്റവും സീരിയസ് ആയിട്ട് മോദിക്കെതിരെ നടന്ന അവസാനത്തെ പിന്നെ ഒരു വധശ്രമം എന്ന് എനിക്ക് തോന്നുന്നു 2018. പക്ഷെ അതിനുശേഷം ഇന്ത്യക്ക് പുറത്തു വെച്ച് ചൈനയിൽ അദ്ദേഹം ബ്രിക്സ് മീറ്റിംഗ് നടന്നപ്പോൾ പുത്തിൻ്റെ കാറിൽ അദ്ദേഹം കയറിയത്
ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ത്രട്ട് കാരണമാണെന്ന് 1 മണിക്കൂറോളം കാറിൽ അദ്ദേഹം ചെലവഴിക്കുകയും മാത്രവുമല്ല മോദിയെ വിളിക്കാനായിട്ട് പുതിൻ സ്വന്തം കാറിൽ തന്നെ വന്നു. ആ കാർ മോദിക്ക് വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അതൊരു സെക്യൂരിറ്റി ത്രട്ട് ഉണ്ടായിരുന്നു എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. ചില ആൾക്കാർ യോജിക്കുന്നുണ്ടാവാം, ചിലർ വിയോജിക്കുന്നുണ്ടാവും. ഞാനിതിനകത്തിൽ പക്ഷം ചേരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലാകുന്നത് ഈ ഇപ്പോഴത്തെ അദ്ദേഹത്തിനെതിരെയുള്ള ആക്രമണ ശ്രമവുമായിട്ടും ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലെ കുറെ ആക്രമണ ശ്രമങ്ങൾ CIA ബന്ധപ്പെട്ടാണ്. ഈ ഒടുവിൽ ഇപ്പോൾ ഇന്നലെ അറസ്റ്റ് ചെയ്ത അമൻകുമാർ CIA എഴുത്തുകൾ, മെയിലുകൾ അയച്ചെന്നും CIA ആ മെയിലുകളിൽ തനിക്ക് പ്രതിഫലം തന്നാൽ താൻ മോദിയെ വധിക്കാമെന്നും തനിക്കതിന് 22 ദിവസത്തെ സമയം ആവശ്യമാണ്. 20 ദിവസം, അതായത് 1 മാസം ഏതാണ്ട് ഉള്ള സമയം തനിക്ക് തരണമെന്നും സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാൻ പറ്റും എന്നുമുള്ള വിശദാംശങ്ങളാണ് ഈ മെയിലുകളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അപ്പോ CIA ഒരു പങ്ക് മോദിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ എല്ലാ വാർത്തകളിൽ നിന്നും പൊതുവായിട്ടുള്ള ഒരു ഘടകം. പിന്നെ നമ്മൾ ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് കുറച്ച്, അതായത് ഒരു 1-2-3 ആഴ്ചകൾക്ക് മുമ്പ് CIA ഒരു ഏജന്റും അമേരിക്കയുടെ ഒരു വാടക കൊലയാളിയെന്നോ ഒരു ആ രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ചാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാത്യു ആർ.എൻ. വാൻ ഡൈക്ക്, അദ്ദേഹം ലിബിയയിലെ ഭരണമാറ്റത്തിൽ, ലിബിയയിൽ കലാപം ഉണ്ടാക്കുന്നതിൽ അയാൾക്ക് റോൾ ഉണ്ടായിരുന്നു. അയാളെ അവിടെ അറസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ഗദ്ദാഫിയുടെ സ്ഥാനചലനത്തെ തുടർന്ന് അയാൾ ജയിലിൽ നിന്നും രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ സിറിയയിലെ ബാഷർ അൽ ആസാദിനെ ഭരണത്തിൽ നിന്നും അട്ടിമറിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ്. അഫ്ഗാനിസ്ഥാനിൽ നിരന്തരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ്. അമേരിക്കയുടെ ഒരു വിദേശ ഓപ്പറേഷനുകളുടെ തലവൻ എന്ന് പോലും പല മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുക്കികളുടെ പിന്നെ ഒരു ഗ്രൂപ്പുണ്ട്, സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പ്, ഒരു ഭീകര ഗ്രൂപ്പുണ്ട്. അവർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്ത് അവിടെ വെച്ചിട്ടാണ്, അതിനുവേണ്ടിയാണ് ഇയാൾ വന്നിരുന്നത്. അതിൻ്റെ വീഡിയോകളൊക്കെ പോലീസിന്റെ കൈവശമുണ്ട്. അതിനുശേഷം ഇയാൾ ഇന്ത്യയിലേക്ക് മണിപ്പൂർ വഴി കടന്ന് കൊൽക്കത്തയിലേക്ക് എയർപോർട്ടിലൂടെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളോടൊപ്പം 6 യുക്രൈനിയൻ ചാരന്മാരെയും ഇന്ത്യയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഏറ്റവും ഒടുവിലത്തെ ഈ ഒരു സംഭവം സൂചിപ്പിക്കുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇനി മോദിക്ക് നേരെ നടക്കാനിരിക്കുന്ന ആക്രമണം എന്നാണ് ഇന്റലിജൻസ് ഏജൻസീസിന്റെ ഒരു വിലയിരുത്തൽ. കാരണം ഡ്രോണുകളും അതുപോലെ തന്നെ ചെറിയ ദൂരം പോകുന്ന ചെറിയ മിസൈലുകളും, അതായത് ഈ ഷോൾഡറിൽ നിന്നും ഫയർ ചെയ്യാൻ പറയുന്ന മാൻ പാർട്സ് എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. അതൊരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ പോകുന്ന ചെറിയ മിസൈലുകളാണ്. ഇത്തരം മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച്, ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള സൂചനകളാണ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ ബംഗാളോ അതല്ലെങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോ സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെതിരെ ആക്രമണം നടത്താനാണ് പദ്ധതിയിടുന്നതെന്നും 1 വർഷത്തോളം മണിപ്പൂർ കലാപത്തിനിടയിൽ മോദി അവിടെ സന്ദർശിക്കാതിരുന്നത് ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ടാണെന്നുമായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഈ വാർത്തകൾ തെളിയിക്കാനോ, കാരണം ഇത് ഇന്റലിജൻസ് ഏജൻസീസ് പുറത്തുവിടുന്ന വാർത്തകളാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്യു ആർ.എൻ. വാൻ ഡൈക്ക് എന്ന് പറയുന്ന വ്യക്തി ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നുള്ളത് അയാൾ മറച്ചു വെച്ചിട്ടില്ല. അയാൾ അത് പിന്നെ പരസ്യമായിട്ട് തന്നെ അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ ഡ്രോണുകൾ വിതരണം ചെയ്യുന്നതിൻ്റെ, ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഒക്കെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയായിരുന്ന പിന്നെ ഷേഖ് ഹസീന ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ സമീപിച്ചിരുന്നതായിട്ട് അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിന്റെയും ഭാഗങ്ങൾ ചേർത്തിട്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കുക എന്നൊരു ഗൂഢപദ്ധതിയാണ് അമേരിക്കയ്ക്കുള്ളത് എന്നും, ഇക്കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ഒരുപോലെ എതിർക്കുന്നുണ്ട്. ചൈനീസ് ഇന്റലിജൻസ് ഏജൻസികളും ഈ വിഷയം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, ഇൻപുട്ടുകൾ ഇന്ത്യക്ക് നൽകുന്നതായിട്ടുമാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ശരി, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവം അത്
എത്രത്തോളം രാഷ്ട്രീയത്തെ ബാധിക്കുമെന്നോ, അല്ലെങ്കിൽ ബംഗാൾ ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്, അവിടെ ബംഗാൾ ഇലക്ഷനിൽ ഇത് ചർച്ചയാകുമെന്നോ, ആരാണ് ഇവരുടെ പിന്നിലുള്ളതെന്നോ, പേര് വെളിപ്പെടുത്താത്ത രണ്ടുപേർ ആരൊക്കെയാണെന്നോ, എന്തുകൊണ്ടാണ് ഇന്റലിജൻസ് ഏജൻസീസ് ഒരാളുടെ പേര് വെളിപ്പെടുത്തുകയും മറ്റു രണ്ടുപേരുടെ പേര് മറച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നത്, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. വരുന്ന ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ഇത്തരം കാര്യങ്ങൾ പൊതുവിടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിച്ച് വീണ്ടും വീഡിയോ ചെയ്യാം. നന്ദി, നമസ്കാരം.